ഗാസ എന്ന മുനമ്പും അതുപോലെ വടക്ക് ലെബനൻ എന്ന രാജ്യവും പൂർണ്ണ ശാന്തിയിലേക്ക് വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗാസയുടെ പുനരുദ്ധാനത്തെക്കുറിച്ച്, റീകൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മുടെ ട്രംപ് അച്ചായൻ ചില വിടുവ പറഞ്ഞു വെച്ചത്. ഒരു കാര്യം ചെയ്യ്, ആകപ്പാടെ തകർത്തിട്ടിരിക്കുകയല്ലേ. ഗാസയുടെ കെട്ടിടങ്ങളുടെ 90% നിലംപരിശായി കഴിഞ്ഞു. ജീവിതം അസാധ്യം. ഈ ബിൽഡിങ്ങുകളെല്ലാം റീകൺസ്ട്രക്ട് ചെയ്ത് മോഡേൺ സാറ്റലൈറ്റ് ടൗൺഷിപ്പുകൾ വരണമെങ്കിൽ ഇത്രയും ജനങ്ങളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് നടക്കില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്നാണ് 23 ലക്ഷം പേര് അധിവസിക്കുന്ന. അതിലിപ്പോ 23 ഉണ്ടാവില്ല. 1 ലക്ഷം പേർക്ക് പരിക്ക് പറ്റി, അംഗഭംഗം പറ്റി, 47,000-ൽ പരം പേരുടെ ജീവൻ പൊലിഞ്ഞു. അപ്പോൾ 23 ലക്ഷത്തിൽ താഴെ മാത്രമേ അവിടെ ജനസംഖ്യയുള്ളൂ. അപ്പോൾ അവിടെ ഇത്രയും പേരെ നിലനിർത്തിക്കൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കില്ല. അതിനാൽ ഗാസയിൽ നിന്നും വലിയ തോതിലെ അഭയാർത്ഥികളെ സ്വീകരിക്കണം. ഈജിപ്റ്റ് എന്ന ആഫ്രിക്കൻ രാജ്യവും തൊട്ടടുത്തുള്ള ജോർദാൻ എന്ന രാജ്യവും ഈ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്ന് ട്രംപ് അങ്ങ് പറഞ്ഞു വെച്ചു. പറയാൻ എളുപ്പമാണ്. സ്വന്തം നാടും വീടും വിട്ടൊഴിഞ്ഞ് ഗാസയുടെ മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്തവർ ഇനി മറ്റൊരു രാജ്യത്തേക്കല്ലേ, 2 രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കൂനിന്മേൽ കുരുവാണ്, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിക്കുന്ന അനുഭവമാണ്. അതൊരിക്കലും അത് ക്രൂരമാണ്. അതൊരു ക്രൂരമായ വിനോദമായി തോന്നാം. അപ്പൊ അത് അറബ് രാജ്യങ്ങൾ, വളരെ GCC ഉൾപ്പെടെയുള്ള സമിതികളും രാജ്യങ്ങളും, ഈ കൺസേൺ രാജ്യങ്ങളും അവരുടെ സമ്മതം വേണമല്ലോ. ഈജിപ്റ്റ് പ്രസിഡന്റ് അൽ-സിസി അമേരിക്കയോട് എതിർത്ത് നിൽക്കുന്ന ഒരു നേതാവല്ല. ഇസ്രായേലിനോടും ഒരു സൗഹൃദം പാലിക്കുന്ന നേതാവാണ്. അൽ-സിസി ശക്തമായി പ്രതിഷേധിച്ചു കഴിഞ്ഞു. ഇത് സാധ്യമല്ല. ഈജിപ്തിന്റെ മണ്ണിലേക്ക് ഈ അഭയാർത്ഥികളെല്ലാം കൂടി പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഒരു പെരേനിയൽ പ്രോബ്ലം ആകും. പിന്നീട് അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ അഭയാർത്ഥികളെ സന്ധാരണം ബുദ്ധിമുട്ടാണ്. അതിന് അമേരിക്ക പണം തരില്ലല്ലോ. അത് ഞങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ ജോർദാനും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. മുൻപൊക്കെ ഈ പ്രപ്പോസൽ വന്നതാണ്. ജോർദാനിലേക്ക് വലിയ തോതിൽ ഗസ അഭയാർത്ഥികളെ, പലസ്തീനിയൻ അഭയാർത്ഥികളെ വിന്യസിക്കുന്നത്. ഇപ്പോൾ തന്നെ ജോർദാനിൽ പലസ്തീനിയൻ അഭയാർത്ഥികളുടെ പല ക്യാമ്പുകളുമുണ്ട്. ഇനിയും അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ജോർദാൻ തയ്യാറല്ല. ജോർദാൻ രാജാവ് അത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു നീക്കം, ട്രംപിന്റെ നീക്കം മുളയിലേ ഞുള്ളുകൻ. ട്രംപ് ആഗ്രഹം പറഞ്ഞു വെച്ചു. ട്രംപിന് പറഞ്ഞാൽ മതിയല്ലോ, അതിനകത്ത് ചിലവൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് നടക്കാത്ത കാര്യമാണ്. ഇസ്രായേലിന് സ്വീകാര്യമായിരിക്കും. പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ നിർബന്ധിതമായി ഗാസയുടെ മണ്ണിൽ നിന്നും വലിയൊരു ഭാഗം പലസ്തീനിയനെ കുടിയൊഴിപ്പിച്ചാൽ അവരെ തിരിച്ചെത്തിക്കാൻ സമയത്ത് ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ ചില കണ്ടീഷൻസ് വെക്കും. അവരിൽ ഭീകരർ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടി വരും. ചില കണ്ടീഷൻസ് ഉണ്ടാകും. റീ എൻട്രിക്ക് പെർമിറ്റ് കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ നിൽക്കാതെ എത്ര തകർന്നു കിടക്കുകയാണെങ്കിലും തങ്ങളുടെ പ്രദേശം എങ്ങനെയെങ്കിലുമൊക്കെ പല സഹായത്താൽ പുനരുജ്ജീവിപ്പിച്ച് വാസയോഗ്യമാക്കി എടുക്കാനാവുമോ എന്ന ഒരു ചിന്തയിലാണ് ഗാസ നിവാസികൾ. അപ്പൊ ട്രംപിന്റെ ആ പദ്ധതിയും പൂർണ്ണയിൽ എത്തി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് 15 മാസം, 1.25 വർഷം നീണ്ടുനിന്ന യുദ്ധം കഴിയുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തങ്ങളാണ് ഇതൊക്കെ. അപ്പോഴും രജതരേഖയായി നിൽക്കുന്നത് ഗാസ ജനങ്ങൾക്കൊന്ന് ശ്വാസം വിടാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള തുണി, പിന്നെ ആഹാരം, വെള്ളം, ഇതെല്ലാമായി മരുന്നുകൾ, ഇതെല്ലാമായി 600ഓളം ട്രക്കുകളാണ് എല്ലാ ദിവസവും ഗാസയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത്, ഇന്ധനം ഉൾപ്പെടെ. അപ്പൊ ഇതെല്ലാം തന്നെ ഗാസയുടെ ദൈനംദിന ജീവിതത്തെ നിലനിർത്താൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ലോകത്തിന്റെ ധാർമ്മികമായ ആവശ്യമായി പരിഗണിച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയമനം പാലിക്കുകയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ സഹകരണം ഉണ്ടാവുകയും ആ സഹകരണത്തിന്റെ എല്ലാം ഫലമായി ഗാസയിലെ ജനങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി.